ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാം വാക്യം. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ കേൾക്കുന്നത് അത്യന്തം നമ്മൾക്ക് ആശ്വാസം നൽകുന്നൊരു വാഗ്ദാനമാണ്. യഹോവ തന്നെ നിൻ്റെ മുൻപിൽ പോകും, അവൻ നിനക്കൊപ്പം ഇരിക്കും, അവൻ നിന്നെ വിട്ട് കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും ചെയ്യരുതെന്നാണ് പറയുന്നത്. ഈ വാക്കുകൾ മോശ യോശുവയോട് പറഞ്ഞതാണ്. ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന യോശുവ ഭയപ്പെട്ടിരുന്നിട്ടുണ്ട്. മുന്നിലുള്ള വഴി അനിശ്ചിതത്വമായിരുന്നു. പക്ഷേ ദൈവം ഒരു കാര്യം അവന് ഉറപ്പ് നൽകി, ഞാൻ നിനക്ക് മുൻപായി പോകും. ഇന്ന് നമ്മളും അതേ അവസ്ഥയിൽ തന്നെയല്ലേ? പുതിയ ജോലി, പരീക്ഷകൾ, കുടുംബ ഭാരങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് വിറച്ചു പോകും. എന്നാൽ ദൈവം അവിടെ പറയുന്നുണ്ട്, ഭയപ്പെടരുത്. ദൈവം നമ്മുടെ മുൻപിൽ പോകുന്നുണ്ട്. അതായത് നാം എത്തുന്നതിന് മുൻപ് അവൻ വഴിയൊരുക്കുന്നുണ്ട്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോ പദ്ധതികളുണ്ട്. ദൈവം നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ട്. അതായത് നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. മനുഷ്യൻ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. പെറ്റമ്മ മറന്നു കഴിഞ്ഞാലും മറക്കാത്ത സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റേത്. ജീവിതത്തിൽ ചിലപ്പോൾ ഇരുട്ട് നിറഞ്ഞ രാത്രികൾ ഉണ്ടായേക്കാം. എന്നാൽ ഓർക്കുക, സൂര്യൻ ഉദിക്കാത്ത രാത്രി ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരവും കർത്താവിൻ്റെ അടുത്തുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എന്ത് ഭയമുണ്ടെങ്കിലും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുവാനായിട്ട് സാധിക്കണം. ധൈര്യത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കണം. പ്രാർത്ഥനയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഭയം ശക്തിയായും സംശയം വിശ്വാസമായും ആശങ്ക സാക്ഷ്യമുള്ള ജീവിതമായി മാറുകയും ചെയ്യും. ദൈവം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ.